നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏപ്രിൽ 9 നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011 തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കുമോ? ഒരു സീറ്റിൽ അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് ഫലം ഇത്തവണയും ആവർത്തിക്കുമോ? ഭരണവിരുദ്ധ വികാരമോ ന്യൂനപക്ഷ വോട്ട് ഏകീകരണമോ സംഭവിക്കാത്ത പക്ഷം ഇത്തവണ ഭരണം ലഭിക്കാൻ LDF-നും UDF-നും നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും. BJP 4 സീറ്റ് വരെ നേടുമെന്ന് സർവേ ഫലങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ BJPയുടെ ഫലവും നിർണായകമാകും. പുറത്തുവന്ന സർവേകൾ വിശകലനം ചെയ്താൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം 1 മുതൽ 5 വരെ സീറ്റുകളിൽ നിൽക്കാം. ആ കണക്ക് യാഥാർത്ഥ്യമായാൽ ഓരോ സീറ്റും മുന്നണികൾക്ക് നിർണായകവും അവ നേടാൻ വേണ്ടി കഠിനമായി യത്നിക്കുകയും ചെയ്യണം. പ്രത്യേകമായി എടുത്തു പറയുന്ന 26 സീറ്റുകളിലാണ് ആര് ഭൂരിപക്ഷം നേടുന്നുവോ അവർ ആയിരിക്കും ഇത്തവണ ട്രഷറി ബെഞ്ചിൽ ഇരിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഓരോ പക്ഷത്തേക്കും പറഞ്ഞ സീറ്റുകളാണ് ഈ 26-ൽ വരുന്നത്. ഏതൊക്കെയാണ് ആ മണ്ഡലങ്ങളെന്ന് ഭൂരിപക്ഷം സഹിതം നോക്കാം. പെരിന്തൽമണ്ണ UDF 38, കുറ്റ്യാടി LDF 333, മഞ്ചേശ്വരം UDF 745, തൃശൂർ LDF 946, താനൂർ LDF 985, തൃപ്പൂണിത്തറ UDF 992, ചാലക്കുടി UDF 1057, ചവറ LDF 1096, റാന്നി LDF 1285, കണ്ണൂർ LDF 1745, പീരുമേട് LDF 1835, കൊല്ലം LDF 2072, അടൂർ LDF 2427, തവനൂർ LDF 2564, പെരുമ്പാവൂർ UDF 2617, കുന്നത്തുനാട് NDA 2790, തൃത്താല LDF 3016, പേരാവൂർ UDF 3172, നേമം LDF 3949, നാദാപുരം LDF 4035, കടത്തുരുത്തി UDF 4256, കുണ്ടറ UDF 4523, തിരുവമ്പാടി LDF 4643. ഈ പട്ടികയിൽ ഉണ്ടായിരുന്ന നിലമ്പൂർ 2007 അൻവർ രാജിവെച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 11,077 വോട്ടുകൾക്കാണ് UDF-ന്റെ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത്. നിലമ്പൂരിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ UDF-ന് പൂർണ്ണമായും അനുകൂലമാണ്. ഷാഫി പറമ്പിൽ 3859 ജയിച്ച പാലക്കാട് സീറ്റിലും ഈ 2024 ഉപതെരഞ്ഞെടുപ്പിൽ നടന്നപ്പോൾ 18,724 വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. എന്നാൽ നിലമ്പൂർ പോലെ പാലക്കാട് UDF-ന് സുരക്ഷിതമല്ല. ഭൂരിപക്ഷം കുറഞ്ഞ 26 മണ്ഡലങ്ങളിൽ LDF 16-ഉം UDF 10-ഉം പിടിച്ചു വിജയിക്കാനായില്ലെങ്കിലും 3 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വന്നു. വയനാട് ഒഴിച്ച് ബാക്കി 13 ജില്ലകളിലും മാർജിനൽ സീറ്റുകൾ ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം UDF-ഉം NDA-യും നേർക്കുനേർ പോരാടുന്ന മണ്ഡലമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം ഏറ്റവും ശ്രദ്ധ നേടുന്ന മണ്ഡലമാണ്. സീറ്റ് പിടിക്കുന്നത് BJPക്ക് അഭിമാന പ്രശ്നവും UDF-ന് ഭരണത്തിലേക്കുള്ള വഴിയാണ്. മലപ്പുറത്ത് 3 സീറ്റുകളായിരുന്നു ചെറിയ സംഖ്യയുള്ള ഭൂരിപക്ഷത്തിൽ നേടിയത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത്. ഇതിൽ പെരിന്തൽമണ്ണ ലീഗിന്റെ ശക്തി കേന്ദ്രമാണെങ്കിലും ലീഗ് വിമതരെ ഉപയോഗിച്ച് ഇടതുപക്ഷം മത്സരം മുറുക്കുന്നു. പെരിന്തൽമണ്ണ ഒരു സ്വിംഗ് മണ്ഡലമായി തന്നെ ഇത്തവണയും കണക്കാക്കാം. 2 മുന്നണിക്കും സീറ്റ് നിർണായകമാണ്. വി അബ്ദുറഹ്മാനിലൂടെ പിടിച്ച താനൂരും KT ജലീലിലൂടെ നിലനിർത്തിയ മലപ്പുറത്തെ മറ്റ് 2 മാർജിനൽ സീറ്റുകൾ. ഈ 2 മണ്ഡലങ്ങളും ടാർഗറ്റ് സീറ്റുകളായാണ് UDF കാണുന്നത്. ജലീൽ തവനൂരിൽ തന്നെ നിൽക്കുമ്പോൾ താനൂരിൽ നിന്നും അബ്ദുറഹ്മാൻ പോയത് തിരൂരിൽ. തവനൂരിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയിട്ടുണ്ട് UDF-നെ. കണ്ണൂരിൽ 2 മാർജിനൽ സീറ്റുകളായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. കണ്ണൂരും പേരാവൂരിൽ ഇത്തവണയും പ്രവചനാതീതമായ മത്സരമായിരിക്കും. UDF അനുകൂല മണ്ഡലമാണെങ്കിലും KK ശൈലജ വന്നതോടെ സണ്ണി ജോസഫിന് മത്സരം കടുത്തതായി. എന്നാൽ കണ്ണൂർ മണ്ഡലം സ്വിംഗ് സീറ്റാണ്. ചെറിയ ശതമാനം വോട്ടുകൾ മറിഞ്ഞാൽ മണ്ഡലം കയ്യിലിരിക്കും. ലീഗിന്റെ സപ്പോർട്ടിൽ UDF-ന് അനുകൂലമായി നിൽക്കുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ പ്രത്യേക സാഹചര്യങ്ങളാണ് കടന്നപ്പള്ളിക്ക് ഉപകാരപ്പെട്ടത്. മറ്റു മണ്ഡലങ്ങളെ പോലെ ബാറ്റിൽ ഗ്രൗണ്ടായി കണ്ണൂരിനെ കാണാൻ കഴിയില്ലെങ്കിലും UDF-ന്റെ ടാർഗറ്റ് മണ്ഡലമാണ്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ പടയിളകിയാൽ ഭാഗ്യവാൻ എന്ന പേര് കടന്നപ്പള്ളിക്ക് ഒരിക്കൽ കൂടി ചേരും.
കോഴിക്കോട് മാർജിനൽ സീറ്റുകളായി 3 മണ്ഡലങ്ങളായിരുന്നു: കുറ്റ്യാടി, നാദാപുരം, തിരുവമ്പാടി. ഇതിൽ നാദാപുരം ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. ഭൂരിപക്ഷം കുറവാണെങ്കിലും UDF അവകാശപ്പെടുന്നത് പോലെ ടാർഗറ്റ് സീറ്റിൽ നാദാപുരം കാണാനാകില്ല. ഭൂരിപക്ഷം കുറയുമെങ്കിലും CPI നിലനിർത്താൻ സാധിക്കും. തിരുവമ്പാടി UDFന്റെ ടാർഗറ്റ് സീറ്റാണെങ്കിലും ലിൻഡോ ജോസഫിന് അനുകൂലമാണ് കാര്യങ്ങൾ. കുറ്റ്യാടി സിംഗ് സീറ്റാണ്. ഇത്തവണത്തെ UDF ആ മണ്ഡലവും ടാർഗറ്റ് സീറ്റായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി കൂടി ചേർത്താണ് ഇത്തവണ UDF അവരുടെ സീറ്റ് എണ്ണുന്നത്. പാലക്കാട് ജില്ലയിൽ 2 മണ്ഡലങ്ങളായിരുന്നു മാർജിനൽ സീറ്റുകൾ: തൃത്താലയും പാലക്കാടും. പാലക്കാട് കേരളത്തിലെ 2ാമത്തെ ശ്രദ്ധേയമായ ബാറ്റിൽ ഗ്രൗണ്ടാണ്. ഇത്തവണ CPM കൂടി ബാറ്റിൽ ഇറങ്ങിയാൽ തീ പാറും. ഓരോ പാർട്ടിയും പാലക്കാടിനെ ടാർഗറ്റ് സീറ്റായി കാണുന്നു. ചെറിയ വോട്ട് ശതമാനം വിജയം നിശ്ചയിക്കുമെന്നതിനാൽ ഇതൊരു സ്വിംഗ് സീറ്റാണ്. തൃത്താലയുടെ കാര്യം സമാനമാണ്. സ്വിംഗ് സീറ്റ് ആയതും രാജേഷും ബൽറാമും തൃത്താലയെ ടാർഗറ്റ് സീറ്റുകളായി കാണുന്നതും കൊണ്ട് മത്സരം കടുക്കും. ചെറിയ ശതമാനം വോട്ടുകൾ മറിഞ്ഞാൽ ഭരണത്തിൽ സ്വാധീനിക്കുന്ന ഫലമായിരിക്കും ഉണ്ടാവുക. ചാലക്കുടിയും തൃശ്ശൂരുമാണ് മധ്യ കേരളത്തിൽ പ്രധാന ജില്ലയായ തൃശ്ശൂരിൽ ഒറിജിനൽ സീറ്റുകളായി നിൽക്കുന്നത്. ഇതിൽ ചാലക്കുടി UDF അനുകൂലമായ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ചാലക്കുടി ഇത്തവണയും സ്വിംഗ് ചെയ്യില്ലെന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. എന്നാൽ തൃശ്ശൂരിൻ്റെ അവസ്ഥ അതല്ല. കോൺഗ്രസും CPIയും BJPയും ഒരുപോലെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് പ്രവചനാതീതമാണ്. UDF കോട്ടയായ എറണാകുളത്ത് മാർജിനൽ മണ്ഡലങ്ങളിലായി മാറിയത് തൃപ്പൂണിത്തറയും കുന്നത്തുനാട് പെരുമ്പാവൂരുമാണ്. ഇരുവരും 3 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 2 തവണ UDFിനൊപ്പം തന്നെയായിരുന്നു. കുന്നത്തുനാട് സ്വിംഗ് മണ്ഡലമാണ്. ശ്രീനിജിന്റെ കയ്യിലുള്ള മണ്ഡലം VP സജീന്ദ്രൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. 2020യുടെ കുന്നത്തുനാട്ടിലെ വോട്ട് സ്വിംഗ് മോഡിലുള്ള മണ്ഡലത്തെ ത്രില്ലിംഗ് ആക്കും. തൃപ്പൂണിത്തറയിൽ K ബാബു ഇത്തവണ മത്സരിക്കില്ല, പകരം നോമിനിയാണ്. വൈപ്പിനിൽ നിന്നാണ് മണ്ഡലം മാറി ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തറയിൽ എത്തിയിരിക്കുന്നത്. BJP ആദ്യമായി ഇത്തവണ തൃപ്പൂണിത്തറ നഗരസഭ പിടിച്ചെടുത്തിരുന്നു. കൗതുകമെന്ന് പറയട്ടെ, അവർ ആ മണ്ഡലം 2020 കൊടുത്തു. താമര ചിഹ്നത്തിൽ വോട്ട് കുത്താൻ കാത്തിരുന്നവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. 3 പാർട്ടികളുടെ ടാർഗറ്റ് ആയിരിക്കുമെന്ന് കരുതിയ തൃപ്പൂണിത്തറയിൽ കളി 2 പേർ തമ്മിലായി. ചെറിയ ശതമാനം വോട്ട് ഫലം നിശ്ചയിക്കുമെന്നതിനാൽ തൃപ്പൂണിത്തറ ശ്രദ്ധേയമായൊരു സ്വിംഗ് സീറ്റായി. പെരുമ്പാവൂരിലും സമാന സാഹചര്യമാണ്. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കാതിരുന്നതും മുൻ കോൺഗ്രസ്സുകാരനാണ്. അവിടെ LDF സ്ഥാനാർത്ഥി എന്നതൊക്കെ സ്വിംഗ് മണ്ഡലമായ പെരുമ്പാവൂരിനെ ചെറിയ തോതിൽ ത്രില്ലിൽ മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി മാത്രമാണ് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞ വിജയമുണ്ടായത്. കേരള കോൺഗ്രസ്സുകാർ തമ്മിലുള്ള മത്സരം ഇത്തവണയും വലത്തോട് തന്നെ സ്വിംഗ് ചെയ്യാനാണ് കടുത്തുരുത്തിയുടെ ഉള്ളിലിരിപ്പ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇടുക്കിയിലെ പീരുമേട് മാർജിനൽ സീറ്റുകളിൽ ഒന്നായിരുന്നു. ഇത്തവണയും ഏത് പക്ഷത്തേക്ക് സ്വിംഗ് ചെയ്യണമെന്ന അഭാവത്തിൽ തന്നെ ആയിരിക്കുകയാണ്. കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ തങ്ങളുടെ കൈകളിലേക്ക് വരുമെന്ന് ഇത്തവണ UDF പ്രതീക്ഷിക്കുന്ന പീരുമേടിനെ അവർ ടാർഗറ്റഡ് മണ്ഡലമാക്കി കാണുന്നുണ്ട്. തൊടുപുഴ മാത്രം കിട്ടിയ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ ഇടുക്കിക്കൊപ്പം പീരുമേടും അവർ കണക്കിൽ കൂട്ടുന്നുണ്ട്. പത്തനംതിട്ടയിലെ അടൂരും റാന്നിയും മാർജിനൽ മണ്ഡലങ്ങളായിരുന്നുവെങ്കിലും അവയുടെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയതോടെ ഇരു മണ്ഡലങ്ങളുടെയും സ്വിംഗ് സ്വഭാവം പോയതായി റിപ്പോർട്ടുകൾ പറയുന്നു. പത്തനംതിട്ടയിൽ തങ്ങൾ ഇത്തവണയും സുരക്ഷിതരാണെന്ന് തന്നെയാണ് LDF കരുതുന്നത്. ഭരണത്തിലേക്കുള്ള 3ാം യാത്രയിൽ പത്തനംതിട്ടയുടെ പൂർണ്ണ സഹായം ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ ചവറ, കുണ്ടറ, കൊല്ലം മണ്ഡലങ്ങൾ മാർജിനൽ സീറ്റുകളായിരുന്നുവെങ്കിലും കൊല്ലവും കുണ്ടറയും ഇത്തവണ സ്ഥിരത കാണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചവറയ്ക്കും ഒരു സ്വിംഗ് സ്വഭാവം ഇല്ലായിരുന്നുവെങ്കിലും കഴിഞ്ഞ തവണ മത്സരം കടുത്തതാണ് മാർജിനൽ സീറ്റാക്കിയത്. ഇത്തവണ ഇതൊരു ടാർഗറ്റഡ് മണ്ഡലമായി മാറിയിട്ടുണ്ട്. സുജിത് വിജയൻ പിള്ളയുടെ ജനകീയ സീറ്റ് നിലനിർത്താൻ സഹായിക്കുമെന്ന് LDF വിശ്വസിക്കുമ്പോൾ വോട്ട് ശതമാനത്തിൽ വ്യത്യാസം വന്നാൽ മണ്ഡലം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDFനെ.
സീറ്റ് കൂട്ടേണ്ടത് UDF-നും ഭരണം കിട്ടാൻ അത്യാവശ്യമാണ്. അവസാനമായി മാർജിനൽ മണ്ഡലമായി പരിശോധിക്കുന്നത് നിയമമാണ്. മറ്റൊരു ബാറ്റിൽ ഗ്രൗണ്ട് യുദ്ധം ആര് ജയിക്കുമെന്നത് വോട്ട് എണ്ണുന്നത് വരെ പറയാനായില്ലെങ്കിലും BJPയും LDF-ഉം കളത്തിന് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന കളിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പെർഫോമൻസും മത്സരഫലം നിശ്ചയിക്കും. മഞ്ചേശ്വരവും പാലക്കാട് പോലെ BJPക്ക് അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ നിയമവും വേണ്ടതുണ്ടെങ്കിൽ LDF-ന് ഭരണം ഉറപ്പിക്കാനുള്ള മാജിക്കൽ നമ്പർ 1 ഈ മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പോൾ 81 മണ്ഡലങ്ങളിൽ UDF-നെ ഭൂരിപക്ഷം കാണണം. എന്നാൽ ആ രാഷ്ട്രീയ കാറ്റ് ഇപ്പോൾ മാറി വീശിയിരിക്കുകയാണ്. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം ആയതും ഫലങ്ങൾ പ്രവചനാതീതമാക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ തവണ ചെറിയ മാർജിനിൽ തോറ്റവ പിടിച്ചെടുക്കാനും വിജയിച്ചവ നിലനിർത്താനും ഓരോരുത്തരും നന്നേ പൊരുതും. കാരണം ഈ പോരാട്ടം അവരുടെ ഭാവിയുടെ വിധിയെഴുത്തുകൂടിയാണ്. ഇടതു വലത് മുന്നണികൾ കേവലം ഭൂരിപക്ഷമായ 71 സീറ്റ് നേടാതിരിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. BJPയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രം അധികാരത്തിലെത്താം എന്ന സാഹചര്യം ഉണ്ടായാൽ എന്തും സംഭവിക്കും. ഇതിന് മെയ് 4 വരെ കാത്തിരിക്കണം. ഇത്രയും കാലം ഇടതു വലത് മുന്നണികൾ കളം ചവിട്ടി നിന്ന കേരളത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യം. BJPയെ പതിയെ BJP സാന്നിധ്യം ഉറപ്പിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് പുതിയ സംഭവ വികാസങ്ങൾ. 2031 തെരഞ്ഞെടുപ്പിൽ BJP നിർണായക ശക്തിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ NDA 0 എന്ന് പ്രവചിച്ച മാധ്യമങ്ങളോട് ഇക്കുറി 15 സീറ്റ് വരെ പ്രവചിക്കുന്നത്.